നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 വിജയമുറപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ക്യാമ്പ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ ജനുവരി 4-5 തീയതികളിൽ നടക്കുന്ന പരിപാടി ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സാധ്യതകൾ, വെല്ലുവിളികൾ എന്നിവ കണ്ടെത്തുക, സംസ്ഥാന സർക്കാരിനെതിരായ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുക, ഉൾപാർട്ടി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. സംസ്ഥാന ദേശീയ നേതാക്കന്മാരും പാർട്ടി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുക്കും. ദീപക് മോഹൻ ചേരുന്നു. അപ്പൊ ദീപക്, കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ്, അതിൽ ക്യാമ്പാണ്, എല്ലാം അതിൽ വിലയിരുത്തണം, ചർച്ച ചെയ്യണം, ഒടുക്കം ഒറ്റക്കെട്ടായി ഒരുമിച്ചിറങ്ങണം, അതല്ലേ ലക്ഷ്യം? തീർച്ചയായും റോഷ്നി, 2024 ജൂലൈയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇത് സമാനമായ രീതിയിൽ തന്നെ ഒരു ക്യാമ്പ് വയനാട് സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു. ആ ക്യാമ്പ്, അതായത് വിഷൻ 2025 എന്നായിരുന്നു അതിന്റെ പേര്, അത് പൂർണ്ണമായും വിജയത്തിലെത്തി എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന 4-5 തീയതികളിൽ സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 4-ാം തീയതി രാവിലെ 10 മണിയോടുകൂടി ഉദ്ഘാടനം ചെയ്യും. അതോടൊപ്പം രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ, കോർ കമ്മിറ്റി അംഗങ്ങൾ, KPCC ഭാരവാഹികൾ, MLA-മാർ, MP-മാർ തുടങ്ങിയ കോൺഗ്രസിന്റെ 200-ലധികം നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. പ്രധാനമായും കോൺഗ്രസ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തേണ്ടതെന്നുള്ള രീതി പ്രകാരമുള്ള മാർഗരേഖ തയ്യാറാക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരായുള്ള സമരങ്ങൾ, അതോടൊപ്പം സംഘടനാ തലത്തിൽ ഏതൊക്കെ സംവിധാനങ്ങൾ ഒരുക്കണം, കഴിഞ്ഞ തവണ കോൺഗ്രസ് ഏതൊക്കെ രീതിയിലുള്ള ഇടപെടലുകളാണ് തെരഞ്ഞെടുപ്പുമായി മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയത്, അതിലൊക്കെ ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു ചർച്ചയാണ് 2 ദിവസങ്ങളിലായി നടക്കുക. അതിൽ ആദ്യത്തെ ദിവസം പ്രധാനമായി നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, പ്രധാനമായും തെരഞ്ഞെടുപ്പ് പ്രചരണം, സർക്കാരിനെതിരായ സമരങ്ങൾ, ശബരിമല കൊള്ളയടക്കമുള്ള കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടാണ്, സമരങ്ങളാണ് രൂപം നൽകേണ്ടതെന്നതിനെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട ചർച്ച ആദ്യത്തെ ദിവസം ഉണ്ടാകും. 2ാമത്തെ ദിവസത്തിലാണ് സംഘടനാ തലത്തിലുള്ള തയ്യാറെടുപ്പുകളും ഒപ്പം നടപ്പിലാക്കേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നതിനെ പറ്റിയുള്ള പൂർണ്ണമായ ഒരു ചർച്ചയുണ്ടാകുക. ഓരോ ജില്ല തിരിച്ചും ആ ജില്ലയിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉയർത്തിക്കൊണ്ടു വരേണ്ടത്, അതോടൊപ്പം സംസ്ഥാന തലത്തിലും പ്രാദേശികമായും ഉയർത്തിക്കാട്ടി ആ തെരഞ്ഞെടുപ്പിന് ഏത് രീതിയിലാണ് ഫേസ് ചെയ്യേണ്ടതെന്നതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ ക്യാമ്പിൽ ഏതായാലും തീരുമാനമുണ്ടാകും. 4-ാം തീയതിയും 5-ാം തീയതിയുമായി നടക്കുന്ന ഈ ക്യാമ്പ് സുൽത്താൻ ബത്തേരിയിലെ സപ്ത റിസോർട്ടിൽ തന്നെയായിരിക്കും ഇത്തവണയും സംഘടിപ്പിക്കുക. റോഷ്നി, ഓക്കെ, അപ്പൊ ക്യാമ്പിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ്. ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.